70 നിയമസഭാ മണ്ഡലങ്ങളുള്ള ദില്ലിയിൽ 10 മണ്ഡലങ്ങളിലേക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ത്രികോണ മത്സരം നടക്കുന്ന ദില്ലിയിൽ ഈ മണ്ഡലങ്ങളിലെ ഫലമായിരിക്കും ഭരണമാർക്കെന്ന് നിശ്ചയിക്കുക. 3 രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ ഉറക്കം കെടുത്തുന്ന 10 മണ്ഡലങ്ങൾ. മംഗോൾപുരി. കെജ്രിവാൾ മന്ത്രിസഭയിൽ അംഗമായിരുന്ന രാഖി ബിർളയ്ക്ക് ഇത് രണ്ടാം ഊഴം. കഴിഞ്ഞ തവണ രാഖിയോട് തോറ്റ മുൻ കോൺഗ്രസ് MLA രാജ്കുമാർ ചൗഹാൻ ഇത് മധുര പ്രതികാരത്തിനുള്ള അവസരവും. മാളവ്യ നഗറിൽ ഷീല മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്ന കിരൺ വാലിയെ വീഴ്ത്തിയാണ് ആം ആദ്മി പാർട്ടിയിലെ സോംനാഥ് ഭാരതി കഴിഞ്ഞ തവണ വിജയിച്ചു കയറിയത്. ഭാരതിക്ക് തടയിടാൻ കോൺഗ്രസ് ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് ഏറെ പരിചയസമ്പന്നനായ യോഗാനന്ദ് ശാസ്ത്രിയെ. രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ് ഗ്രേറ്റർ കൈലാഷ്. കെജ്രിവാൾ മന്ത്രിസഭാംഗമായിരുന്ന സൗരവ് ഭരദ്വാജ് ആണ് ഇത്തവണയും ഇവിടെ സ്ഥാനാർത്ഥി. ശർമിഷ്ഠയ്ക്ക് വിജയം അത്ര എളുപ്പമാകില്ലെന്ന് ചുരുക്കം. പട്ടേൽ നഗറിൽ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന കൃഷ്ണാതീരത്തിന്റെ സ്ഥാനാർത്ഥിത്വം BJPക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. പട്പർഗഞ്ചിൽ പഴയ ചങ്ങാതിമാർ തമ്മിലുള്ള പോരാട്ടമാണ്. കെജ്രിവാൾ മന്ത്രിസഭയിൽ രണ്ടാമനായിരുന്ന മനീഷ് സിസോദിയെ എതിരിടുന്നത് ആം ആദ്മി പാർട്ടി വിട്ട് BJPയിൽ ചേർന്ന വിനോദ് കുമാർ ബിന്നിയാണ്. ലക്ഷ്മി നഗറും ഡൽഹി കണ്ടോൺമെന്റും സീലംപൂരും തിലക് നഗറും സാക്ഷ്യം വഹിക്കുന്നത് വാശിയേറിയ പോരാട്ടത്തിനാണ്. കഴിഞ്ഞ തവണ 10ൽ 8 സീറ്റുകളും തുണച്ചത് ആം ആദ്മി പാർട്ടിയായിരുന്നു. ഇത്തവണ ഈ മണ്ഡലങ്ങൾ ആരെ തുണയ്ക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ദില്ലിയിലെ ഭരണവും. റിപ്പോർട്ടർ, ദില്ലി.